കേരള സ്റ്റോറി സിനിമ പ്രദർശനത്തിൽ വിവാദങ്ങൾ എത്ര കണ്ടുണ്ടായാലും സഭ ജാഗ്രതയും ബോധവൽക്കരണവും തുടരുമെന്നും സിറോ മലബാർ സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര സിനിമയിൽ രാഷ്ട്രീയ താൽപര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, വിശദാംശങ്ങൾ. സീറോ മലബാർ സഭയുടെ വക്താവായ ഫാദർ ആന്റണി വടക്കേക്കരയാണ് നമ്മളോട് ഇത് സംബന്ധിച്ച പ്രതികരണവുമായി രംഗത്തെത്തിയത്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നത് ഇടുക്കിയിൽ സമ്മർ ക്യാമ്പ് ടീനേജ് പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട് പ്രണയം എന്ന വിഷയമായിരുന്നു ഇപ്രാവശ്യം അവർക്ക് ഇതിന് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടെടുത്ത വിഷയം. ആ വിഷയത്തെ ആസ്പദമാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് കേരള സ്റ്റോറി എന്ന സിനിമ അവർക്ക് തിരിച്ചറിവിന് വേണ്ടിയിലെ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി കാണിച്ചു. ഇതിൽ ഒരു രാഷ്ട്രീയ താല്പര്യവുമില്ല. എന്നാൽ ഇതേ സമയത്ത് തന്നെ സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് വന്നു എന്നത് മാത്രമാണ് യാദൃശ്ചികം. ആ ഒരു പശ്ചാത്തലത്തിൽ അത് ചിത്രീകരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് പെടാതിരിക്കാൻ ടീനേജിൽ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകുക. ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയുന്നത് ഒരു മതവിഭാഗത്തെ ഒന്നാകെ ശത്രുവായി കണ്ടില്ലെങ്കിൽ അവരെല്ലാം തെറ്റുകാരാണ്, തീവ്രവാദികളാണ് എന്ന ഒരു സന്ദേശമോ ഇല്ല, അത്തരമൊരു കാഴ്ചപ്പാടോ അല്ല സഭയ്ക്കുള്ളത്. എന്നാൽ മറിച്ച് ഒന്നോ രണ്ടോ പെൺകുട്ടികളെങ്കിലും ഇത്തരം ചതിക്കുഴിയിൽ പെട്ടിട്ടുണ്ട്, തീവ്രവാദ താല്പര്യമുള്ള IS തീവ്രവാദ ബന്ധമുള്ള ഇല്ലെങ്കിൽ അതിന് അകൃഷ്ടരായി പോയവരുടെ ചതിക്കുഴിയിൽപ്പെട്ട ഒന്നോ രണ്ടോ കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ അത് ആവർത്തിക്കാതിരിക്കാൻ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. ആ ബോധവൽക്കരണവുമായി മുന്നോട്ട് പോകാൻ സഭയ്ക്ക് ഒരു മടിയുമില്ല. കൃത്യമായും ജാഗ്രത പാലിച്ച് അത്തരം ബോധവൽക്കരണവുമായി പോവും. ഇതിൻ്റെ ജാഗ്രതാ കമ്മീഷൻ എന്ന് പറഞ്ഞ് സീറോ മലബാർ സഭയ്ക്ക് തന്നെ ഒരു സംവിധാനമുണ്ട്. അവരും കൃത്യമായി തന്നെ പറഞ്ഞതിൽ മറ്റാരും അസ്വസ്ഥരാവേണ്ടതില്ല. ഇതിൽ കൃത്യമായും സഭയിലെ അംഗങ്ങൾ ആ കുട്ടികൾക്ക് ഉള്ള ബോധവൽക്കരണം നൽകുക തന്നെ ചെയ്യും. അതിൽ മറ്റ് ഒരു തരത്തിലുള്ള വിവാദത്തിൻ്റെയും ആവശ്യമില്ല. ഈ വിവാദം അവസാനിപ്പിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരേണ്ട ചർച്ചകളും വിവാദങ്ങളും ഒന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ളതല്ല. ഇത് കൃത്യമായും എല്ലാ വർഷവും നടത്താറുള്ളത് പോലത്തെ ഒരു സമ്മർ ക്യാമ്പിൻ്റെ ഭാഗമായി ഈ പ്രാവശ്യം അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു സന്ദേശം നൽകാൻ കേരള സ്റ്റോറിക്ക് കഴിയുന്നത് കൊണ്ട് അത് കുട്ടികൾക്ക് വേണ്ടി പ്രദർശിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. മറിച്ച് ഇപ്പോൾ മലയോര മേഖലകളിലുള്ള വന്യജീവികളുടെ വലിയ രീതിയിലുള്ള ആക്രമണം, അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ നിൽക്കുന്ന സർക്കാർ സംവിധാനം, അത് ചർച്ച ചെയ്യണം. ക്ഷേമ പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. അവരുടെ പെൻഷൻ മുടങ്ങുമ്പോൾ ആ വിഷയം ചർച്ചയാകണം. അത്തരം അടിസ്ഥാനപരമായ റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ആ വിഷയങ്ങൾ ചർച്ചയാകണം. റബ്ബർ കർഷകരുടെ ആയാലും നെൽകർഷകരുടെ ആയാലും പൈനാപ്പിൾ കർഷകരുടെ ആയാലും അത്തരം കർഷകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. അതിൽ നിന്നും വിഷയം മാറ്റുന്നതിന് വേണ്ടി അത്തരം വികസന കാര്യങ്ങളോ ഇല്ലെങ്കിൽ അടിസ്ഥാന പ്രശ്നങ്ങളോ ചർച്ച ആവാതിരിക്കാൻ വേണ്ടി ചിലർ ബോധപൂർവം ഈ വിഷയത്തെ ഒരു വിവാദമാക്കി കൊണ്ടുവരുന്നു എന്നതും ഫാദർ മുന്നോട്ട് വെക്കുന്ന ഒരു ആക്ഷേപമാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇത് പ്രദർശിപ്പിച്ചിട്ട് ഇപ്പോൾ 6 ദിവസമാകുന്നു. ആദ്യത്തെ 4 ദിവസവും ഇതൊരു വിഷയമേ ആയിരുന്നില്ല, ആർക്കും പ്രശ്നമില്ലായിരുന്നു. അതിനുശേഷമാണ് ഇതിനെ ഒരു വലിയ വിവാദമാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നതും ഫാദർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അനാവശ്യമായി വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിൽ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ താല്പര്യവുമില്ല. എന്നാൽ മറിച്ച് അത്തരം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില താല്പര്യങ്ങളുടെ ഭാഗം കൂടിയാവാം വിവാദം എന്ന് പറയുന്നു. എന്നാൽ പോലും ഈ വിവാദം അവസാനിപ്പിച്ചിട്ട് യഥാർത്ഥ വികസന പ്രശ്നങ്ങളും ഇപ്പോഴത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്താണോ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിലേക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എത്തണം എന്നതാണ് ഫാദർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അടിവരയിട്ട് ഫാദർ പറയുന്നു, സഭ എന്നും ഇത്തരം ബോധവൽക്കരണവും ജാഗ്രതയുമായി മുന്നോട്ട് പോകാൻ ഒരു മടിയും കാണിച്ചിട്ടില്ലാത്തവരാണ്. ആ നടപടിയുമായി മുന്നോട്ട് പോകും. അതിൽ ഒരു മതത്തിനും എതിരല്ല. എന്നാൽ ന്യൂനപക്ഷം, അതിൽ ഒരു ചെറിയ വിഭാഗം കാണിക്കുന്ന ഇത്തരം സംഭവങ്ങൾ, തീവ്രവാദ ബന്ധം, അത്തരം സംഭവങ്ങളെ അത് കണ്ടില്ലെന്ന് നടിക്കാനോ അതുമൂലം ഒരു കുടുംബത്തിൽ പോലും കണ്ണീര് വീഴാൻ ഇടയാകരുത്. അതുകൊണ്ട് അത്തരം ജാഗ്രതയും ബോധവൽക്കരണവും തുടരുക തന്നെ ചെയ്യും. അത് യാഥാർത്ഥ്യമാണ്. ഇന്ന് പൊതുസമൂഹം കേരളമാകെ ചർച്ച ചെയ്തതാണ് IS ക്യാമ്പിലേക്ക് ചില പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോയി എന്ന യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നു എന്നതും ഫാദർ എടുത്തു പറയുന്നു. ഇത് സീറോ മലബാർ സഭയുടെ പൊതു അഭിപ്രായമാണ്. ഇതോടൊപ്പം തന്നെ ഇടുക്കിയിൽ ഇത്തരത്തിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. അതേ സാഹചര്യത്തിൽ അത് എന്തുകൊണ്ട് പ്രദർശിപ്പിച്ചു, അതിലെ യഥാർത്ഥ സാഹചര്യവും ഫാദർ വ്യക്തമാക്കുകയാണ് ജനം ജിയോട് ചെയ്തിട്ടുള്ളത്. രോഹിണി.
ശരി സുധീഷ്. കേരള സ്റ്റോറി സിനിമ പ്രദർശനത്തിൽ വിവാദങ്ങൾ എത്ര കണ്ടുണ്ടായാലും സഭ ജാഗ്രതയും ബോധവൽക്കരണവും തുടരുമെന്ന് സിറോ മലബാർ സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര ജനം ടിവിയോട് വ്യക്തമാക്കി. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.